ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മസാലക്കറിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന 2-3 ചേരുവകൾ മാത്രം ചേർത്തുണ്ടാക്കിയ സ്വാദിഷ്ടമായൊരു കറിയാണത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പെരിഞ്ജീരകവും ഒരു കറുവാപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണവും ഒരു 3-4 ഏലക്കായും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 10-15 കഷ്ണം ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു പച്ചമുളകും കൂടി ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇത് എരിവ് കൂടിയ പച്ചമുളകായതുകൊണ്ട് ഒരെണ്ണം ഒന്നിക്കൂടെ 1-2 ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ കേട്ടോ. ഇതൊരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തന്നെ വഴറ്റിയെടുക്കാം നമുക്കിത്. അപ്പോൾ ഈ സവാളയൊക്കെ വഴണ്ട് കിട്ടുമ്പോഴേക്കും നമുക്കിത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഉള്ളിയും സവാളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഇതൊന്ന് വേഗണ വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വന്ന പോലെ ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഉടച്ചുടച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുമായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റോളമൊക്കെ ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിട്ട മസാലകളെല്ലാം ഇതുമായിട്ട് നന്നായിട്ടിപ്പോൾ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അത് ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പോൾ വെന്ത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പതുക്കെ ഉടച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ആവശ്യത്തിനൊക്കെ തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കൂടുതൽ ചാറ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുകും കൂടി വറുത്തിട്ടേക്കാം.
നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.